ഹായ് ഓൾ 2025 ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്മളോട് പറയുന്നു വൈറ്റ് ലൈറ്റ് എൻട്രിങ് ഗ്ലാസ് പ്രിസം ഗെറ്റ് സ്പ്ലിറ്റ് ഇൻ ടു കോൺസ്റ്റന്റ് കളേഴ്സ് ഇറ്റ് ഈസ് ഒബ്സർവ് ദാറ്റ്. നമുക്കറിയാം നമ്മുടെ ഗ്ലാസ് പ്രിസത്തിലേക്ക് ഒരു വൈറ്റ് ലൈറ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി സ്പ്ലിറ്റ് ഇൻ ടു 7 കളേഴ്സ്. ആ ഫിനോമിൻ്റെ പേരെന്താണ്? ദാറ്റ് ഈസ് ഡിസ്പേർഷൻ. അതിൽ ഏറ്റവും താഴെയുള്ള കളർ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ നടക്കുന്നത് വയലറ്റിനാണ്, ഏറ്റവും കുറവ് മാത്രം ഡീവിയേഷൻ നടക്കുന്നത് റെഡിനാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം, ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് പറയുന്നു റെഡ് ലൈറ്റ് ഡീവിയേറ്റ് ദ മോസ്റ്റ്. തെറ്റാണ്, കാരണം റെഡിനാണ് ഏറ്റവും കുറവ് ഡീവിയേഷൻ, വയലറ്റിനാണ് ഡീവിയേഷൻ ഏറ്റവും കൂടുതൽ. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻസും തെറ്റാണ്. അടുത്ത കാര്യമാണോ സി ആണോ ഡി ആണോ റൈറ്റ് ആയിട്ടുള്ള കാര്യം അറിയെങ്കിൽ നമ്മൾ ഇതിനിടയിലുള്ള കളറുകൾ എഴുതണം. അതാരൊക്കെയാണ്? വയലറ്റ് കഴിഞ്ഞാൽ ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച് ആൻഡ് ഫൈനലി റെഡ്. അപ്പോൾ നിങ്ങൾ നോക്കൂ മക്കളെ, യെല്ലോ ലൈറ്റ് ഡീവിയേറ്റ് മോർ ദാൻ ബ്ലൂ എന്ന കാര്യം ശരിയാണോ? അല്ല, യെല്ലോക്ക് കുറച്ച് ഡീവിയേഷൻ ആണ്, ബ്ലൂവിന് കൂടുതൽ ഡീവിയേഷൻ. സോ കറക്റ്റ് ആൻസർ ഏതാണ്? ഗ്രീൻ ലൈറ്റ് ഡീവിയേറ്റ് മോർ ദാൻ ഓറഞ്ച് ലൈറ്റ്. ദാ ഗ്രീനിനാണ് ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ, ഓറഞ്ച് എത്രത്തോളം ഇല്ല. സോ അങ്ങനെയാണെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ, ഇവിടുത്തെ ഓപ്റ്റിക്കൽ എലമെന്റ് ഏതാണെന്ന് ക്വസ്റ്റ്യൻ നിങ്ങളോട് പറയുന്നത് അവിടെ ഡീവിയേഷൻ ഇല്ല, ജസ്റ്റ് ഡിസ്പ്ലേസ്മെന്റ് മാത്രമേ ഉള്ളതാണ്. സോ ആൻസർ വേഗം